എല്ലാവർക്കും നമസ്കാരം. ഇന്നത്തെ ഈ ഒരു വീഡിയോയിൽ നമ്മൾ പരിചയപ്പെടുന്നത് വൈക്കം മുഹമ്മദ് ബഷീറുമായി ബന്ധപ്പെട്ട് അദ്ദേഹത്തിൻ്റെ പുസ്തകങ്ങളിലൂടെ, അദ്ദേഹത്തിൻ്റെ ജീവസുറ്റ കഥാപാത്രങ്ങളിലൂടെയുള്ള ഒരു സഞ്ചാരമാണ്. നമുക്കറിയാം, വൈക്കം മുഹമ്മദ് ബഷീർ എന്ന് പറയുമ്പോൾ തന്നെ നമ്മുടെ മനസ്സിലേക്ക് ഓടിയെത്തുന്നത് നല്ല കുറേ കഥാപാത്രങ്ങളാണ്. പ്രധാനമായും പാത്തുമ്മയും ആനവാരി, രാമൻ നായരും, അങ്ങനെ കുറേയധികം കഥാപാത്രങ്ങൾ. നമ്മൾ ബഷീർ ജീവൻ നൽകിയ കഥാപാത്രങ്ങളിലൂടെ സഞ്ചരിക്കുന്നു. ഇതൊരു നോക്കുക, ബേപ്പൂർ സുൽത്താൻ. ബഷീറിന്റെ പല കഥകളിലും എഴുത്തുകാരൻ തന്നെയാണ് മുഖ്യ കഥാപാത്രം. ആത്മാംശമുള്ള എഴുത്തിലൂടെ രചയിതാവ് എന്നതിലപ്പുറം കഥാപാത്രമായും ബഷീറിന്റെ സാന്നിധ്യം ലളിത സുന്ദരമായ പ്രയോഗങ്ങളിലൂടെ അനുഭവപ്പെടുത്തുന്നുണ്ട്. പാത്തുമ്മ. ബഷീറിനെ ഓർക്കുമ്പോൾ ആദ്യം തന്നെ നമ്മുടെ നാവിലേക്ക് ഓടിയെത്തുന്ന പേരാണ് പാത്തുമ്മ. പാത്തുമ്മയും പാത്തുമ്മയുടെ ആടും. പാത്തുമ്മയുടെ ആട് എന്ന നോവലിലൂടെ ബഷീർ പ്രസിദ്ധയാക്കിയ കുടുംബസ്നേഹിയാണ് മൂത്ത സഹോദരി. ബഷീറിനൊപ്പം കുടുംബാംഗങ്ങളും നിറഞ്ഞു നിൽക്കുന്ന നോവലിലെ ശ്രദ്ധേയ കഥാപാത്രമാണ് പാത്തുമ്മ. ഒറ്റക്കണ്ണൻ പോക്കർ. മുച്ചീട്ടുകളിക്കാരന്റെ മകൾ എന്ന കൃതിയിലെ നായികയുടെ പിതാവാണ് ഒറ്റക്കണ്ണൻ പോക്കർ. മുച്ചീട്ടുകളിയിൽ അടിയറവ് പറഞ്ഞ പോക്കറിന് ഒടുവിൽ ഒരു പോംവഴിയുമില്ലാതെ മകളെ മണ്ടൻ മുത്തപ്പയ്ക്ക് കെട്ടിച്ചു കൊടുക്കേണ്ടി വരികയാണ്. ഇതാണ് ആ കഥയിലെ വഴിത്തിരിവ്. സാറാമ്മ. പ്രേമലേഖനം എന്ന കഥയിലെ കഥാപാത്രമാണ് സാറാമ്മ. കേശവൻ നായരുടെ പ്രേമഭാചനമായ സാറാമ്മ ശമ്പളത്തിന് പ്രേമിക്കുക എന്ന ദൗത്യം ഏറ്റെടുക്കുകയാണ്. ഭാവിയെക്കുറിച്ചുള്ള അവരുടെ ചർച്ചകൾ ഏറെ രസകരമായാണ് അവതരിപ്പിക്കപ്പെടുന്നത്. എല്ലാവരും വായിക്കേണ്ട ഒരു ചെറിയ കൃതി കൂടിയാണ് പ്രേമലേഖനം എന്ന കഥ. ആനവാരി രാമൻ നായർ. രസകരമായ ഒരു കഥാപാത്രമാണ്. ആനവാരിയും പൊൻകുരിശും എന്ന രചനയിലെ കഥാപാത്രമാണ് ആനവാരി രാമൻ നായർ. പാതിരാത്രി ചാണകം മോഷ്ടിക്കാൻ വന്ന രാമൻ നായർ ഇരുട്ടിൽ ചാണകമാണെന്ന് കരുതി വാരാൻ ശ്രമിച്ചത് പാറുക്കുട്ടി എന്ന ആനയെയാണ്. അങ്ങനെ രാമൻ നായർ ആനവാരി രാമൻ നായരായി. എട്ടുകാലി മമ്മൂഞ്ഞ്. നാട്ടിൽ എന്ത് നടന്നാലും അതിന്റെ ആള് ഞമ്മളാണ് എന്ന് അവകാശപ്പെടുന്ന എട്ടുകാലി മമ്മൂഞ്ഞ്. സ്ഥലത്തെ പ്രധാന ദിവ്യൻ എന്ന കൃതിയിലെ കഥാപാത്രമാണ് എട്ടുകാലി മമ്മൂഞ്ഞ്. ഈ സ്വഭാവ സവിശേഷത പിൽക്കാലത്ത് പൊതുവായ കാര്യങ്ങളിലെ ഒരു വിശേഷണമായി പ്രയോഗിക്കപ്പെടുന്ന തരത്തിൽ വളർന്നിട്ടുണ്ടായിരുന്നു. സൈനബ. മുച്ചീട്ടുകളിക്കാരന്റെ മകൾ എന്ന കൃതിയിലെ നായിക കഥാപാത്രമാണ് സൈനബ. ഒറ്റക്കണ്ണൻ പോക്കറുടെ ഓമന മകളാണ് സ്ഥലത്തെ പ്രധാന സുന്ദരിയും സമർത്ഥയുമായ സൈനബ. മണ്ടൻ മുത്തപ്പയെ മുച്ചീട്ടുകളിയിൽ ജയിപ്പിച്ചത് സൈനബയുടെ ബുദ്ധിയാണ്. നമുക്ക് ആ ഒരു കൃതി വായിച്ചാൽ, രസകരമായിട്ട് ആ കഥയിലൂടെ നമുക്ക് പോയാൽ ഈ കാര്യങ്ങളൊക്കെ നമുക്ക് ലഭിക്കുന്ന ഒന്നുകൂടിയാണ്. ഈ ഇപ്പോൾ പറഞ്ഞ കൃതികളൊക്കെ വളരെ ചെറിയ കൃതികളാണ്. വായിച്ചാൽ തന്നെ നമുക്ക് രസകരമായിട്ട് പെട്ടെന്ന് തീർക്കാൻ പറ്റുന്ന ഒരു കൃതി കൂടിയാണ് കാരണമകൾ എന്ന കൃതി. മജീദ്. വളരെ വളരെ പ്രസിദ്ധമായ ഒരു കഥാപാത്രമാണ് സിനിമയിലൂടെയും ഒക്കെ. ബാല്യകാല സഖി എന്ന നോവലിലെ നായകനാണ് മജീദ്. ഒന്നും ചേർന്നാൽ ഇമ്മിണി ബല്യ ഒന്ന് എന്നാണ് ജീവിതാനുഭവങ്ങളിൽ നിന്ന് മജീദ് ഉത്തരം കണ്ടെത്തുന്നത്. വായനക്കാർ ഹൃദയത്തോട് ചേർത്ത് വയ്ക്കുന്ന കഥാപാത്രമാണ് മജീദ്. പൊൻകുരിശ് തോമ. നമ്മൾ നേരത്തെ പറഞ്ഞ ആനവാരിയും പൊൻകുരിശും എന്ന കൃതിയിലെ കഥാപാത്രമാണ് പൊൻകുരിശ് തോമ. മിശിഹ തമ്പുരാനെ ക്രൂശിച്ചത് മരക്കുരിശിലല്ലേ, പള്ളിക്കെന്തിനാ പൊൻകുരിശ് എന്ന ന്യായത്തിൽ പൊൻകുരിശ് മോഷ്ടിച്ചയാളാണ് തോമ. അങ്ങനെയാണ് പൊൻകുരിശ് തോമ എന്ന പേര് കിട്ടിയത്. മണ്ടൻ മുത്തപ്പ. മുച്ചീട്ടുകളിക്കാരന്റെ മകൾ എന്ന കൃതിയിലെ പ്രധാന കഥാപാത്രമാണ് മണ്ടൻ മുത്തപ്പ. പോക്കറ്റടി അത്ര മോശം കലയല്ല എന്നും
എന്നാൽ സ്ത്രീകൾ അത് ചെയ്യുന്നതിൽ തെറ്റുണ്ടെന്നുമാണ് മുത്തപ്പയുടെ വിശ്വാസം. നമ്മൾ നേരത്തെ പരിചയപ്പെട്ട സൈനബയുടെ സഹായത്തോടെ മുച്ചീട്ടുകളിയിൽ വിജയിച്ച മുത്തപ്പയ്ക്ക് ഒടുവിൽ അവളെ സ്വന്തമാക്കാനും സാധിച്ചു. താമരപ്പൂങ്കാവനത്തിൽ താമസിക്കുന്നോളെ, പഞ്ചവർണ്ണ പൈങ്കിളിയിൽ പങ്കുറങ്കുള്ളോളെ, പങ്കുറങ്കുള്ളോളെ. പൂനിലാവ് വന്ന് പൂവിതറുന്നുണ്ട്, പൂക്കളിൽ റാണിയായി പൂത്തു നിൽക്കുന്നോളെ, പൂത്തു നിൽക്കുന്നോളെ. കാത്തിരുന്ന് കാത്തിരുന്ന് കാൽ ധരിച്ചു പോയി, കാത്തിരുന്ന് കാത്തിരുന്ന് കാൽ ധരിച്ചു പോയി. കൺമണിയെ കാണുവാനായി കൺകൊതിച്ചു പോയി, കൺമണിയെ കാണുവാനായി കൺകൊതിച്ചു പോയി. കണ്ണുകളാൽ കൽവുകളിൽ കല്ലെറിയുന്നോളെ, താമരപ്പൂങ്കാവനത്തിൽ താമസിക്കുന്നോളെ, പഞ്ചവർണ്ണ പൈങ്കിളിയിൽ